ദുആ ചെയ്താൽ സ്വീകരിക്കണോ? ദുആ ചെയ്താൽ സ്വീകരിക്കണോ? ഒരു കാര്യം ചെയ്തിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആ തള്ളപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു ദുആ അല്ലാഹു തള്ളപ്പെടില്ല. ഏത് ദുആ? ഏത് ദുആ? ബിസ്മി പറഞ്ഞുകൊണ്ട് ആരാണോ ദുആ ചെയ്യുന്നത് അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം? ഒന്ന് അവരെ പറഞ്ഞിട്ടുണ്ടോ? തിന്നുമ്പോ പറയണില്ലല്ലോ, പിന്നല്ലേ ദുആ ചെയ്യുമ്പോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയാറുണ്ടോ? എന്ത് ബിസ്മി? കൈ കഴുകണില്ലല്ലോ ഉസ്താദേ, പിന്നല്ലേ. ആരാടാ ബിസ്മി? മട്ടൻ ബിരിയാണി എടുത്ത് വെണ്ടി വെച്ചിരിക്കുമ്പോ എന്ത് ബിസ്മി? നടന്ന് തിന്നുന്നവൻ, യാചിച്ച് തിന്നുന്നവൻ. നമ്മളൊക്കെ ദുആ ചെയ്യും, അല്ലാഹുവേ മരിക്കണ കാലം വരെ ആരുടെ മുന്നിലും യാചിക്കേണ്ട അവസ്ഥ വരത്തില്ലെന്ന്. ദുആ ചെയ്യൂലേ? ദുആ ചെയ്യൂലേ? എന്നിട്ട് എന്തിനാ കല്യാണ വീട്ടിൽ പോയിട്ട് യാചിക്കണ? ഇപ്പൊ പുതിയ മോഡൽ കണ്ടിട്ടില്ലേ? കല്യാണ വീട്ടിൽ പോകും, എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ തെണ്ടുവാ, ഇങ്ങനെ. കല്യാണ വീട്ടിൽ പോയിട്ട് ഇവിടെ ഉണ്ടോ സിസ്റ്റം, എങ്ങനെ പോയിട്ട് തെണ്ടുവാ, ഇങ്ങനെ ഇങ്ങനെ തെണ്ടി തിന്ന. അള്ളാഹു കാക്കമാറാകട്ടെ. അതിന് പോകുന്നവനെ മടല് വെട്ടിയിട്ട് തല്ലണ്ടേ? ഞാൻ പോകാറില്ല അങ്ങനെയുള്ള കല്യാണത്തിന്. എനിക്ക് ഭക്ഷണം മുന്നിൽ കൊണ്ട് വെക്കണം. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങനെ ഇരക്കാറില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിസ്മി പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇബ്ലീസ് ഇങ്ങനെ നിൽക്കുന്ന വീട്ടില്, ഇബ്ലീസ് വീട്ടിൽ ഇങ്ങനെ നിൽക്കും, ഇബ്ലീസിന്റെ മക്കളും നിൽക്കും. അപ്പൊ ഇങ്ങനെ ബിസ്മി പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇബ്ലീസ് പറയും, മക്കളെ വാ, ഇന്ന് ആഹാരം ഉണ്ട്, എല്ലാവരും കൂടിക്കോ, പോയിരുന്ന് തിന്നോ. പടച്ചവന് നിന്റെ പെണ്ണുമ്പിള്ളയുടെ മക്കളുടെ ഇടയിൽ ശൈത്താനും മക്കളും കയറി ഇരുന്ന് തിന്ന. പിന്നെ എങ്ങനെ? ജിൻസ് യമീരുൽ ജിൻസ്, ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നല്ലേ. ശൈത്താൻ ഇടയിൽ കയറി ഇരുന്ന് തിന്നുമ്പോ ആ ശൈത്താന്റെ സ്വഭാവം നമുക്കുണ്ടാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്ന ബിസ്മി പറഞ്ഞ് തിന്നാൻ തുടങ്ങിയാലോ ഇബ്ലീസ് പറയും, ഇന്ന് പട്ടിണിയായി, ഇന്ന് പട്ടിണിയായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യും. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി പറഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ, അതുകൊണ്ടാ പറഞ്ഞത്. ഈ അടുത്തൊരു ഉമ്മ പറയുന്നു, ഉസ്താദ് എന്റെ മക്കൾ തമ്മിൽ ശത്രുക്കളെ പോലെ കിടന്നടിക്കുക, കൂടപ്പിറപ്പുകൾ. ഒരു ഉമ്മയുടെ 2 മക്കള്, ജ്യേഷ്ഠനും അനിയനും ശത്രുവിനെ പോലെ തല്ലുക. അതിന്റെ കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയോ? അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല വീട് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വീട്? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന്, ആരുടെ വീട്ടിലിരുന്നാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലാണ് അള്ളാഹു ഈ നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വീട്. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ചുമ്മാതല്ല വീട്ടിൽ ബദർ യുദ്ധം നടക്കുന്നേ. എങ്ങനെ തിന്നാനാ? അതെങ്ങനെ തിന്നാനാ? പണ്ടങ്ങനെ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ ഭാര്യ നോക്കി നിൽക്കും, ബറക്കത്തിന് ഇത്തിരി വെക്കും, അതേ പാത്രത്തിൽ കഴിക്കും, ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കഴിക്കും. ഇന്നോ നിങ്ങൾ ആരെങ്കിലും തിന്നിട്ട് നിങ്ങളുടെ ബാക്കി നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുത്തു നോക്കും, ഓള് തിന്നൂല, ഓളത് തിന്നൂല. എന്തിനും മക്കൾക്ക് കൊടുക്ക്. എടാ, പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചെറിയ ചട്ടിക്കകത്ത് ചോറും കറിയും എല്ലാം കൂടെ വാരി ഇട്ടിട്ട് ഈ സിമെന്റ് കുഴക്കണ പോലെ ഒരു കുഴയാ, കുഴച്ചിട്ട് ഇങ്ങനെ വാരി തരുമ്പോ ഓടിച്ചെന്ന് ആർത്തിയോടെ തിന്നും. ഞാൻ തിന്നിട്ടുണ്ട്, നിങ്ങളും തിന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു 5 or 6 വയസ്സുള്ള മകന്റെ മുന്നിൽ വെച്ച് കുഴക്കണം, കുഴച്ചിട്ട് വേണമെന്ന് വെക്കുമ്പോൾ അവൻ പറയും, ഉമ്മ തിന്നോളാൻ, അവൻ തിന്നൂല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ബിസ്മി പറഞ്ഞിട്ട് കഴിക്കുക, ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്യുക. ബിസ്മി പറഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയൂ. ഉസ്താദേ, എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ചോദിക്കേണ്ടതുപോലെ നീ ചോദിക്കാത്തത് കൊണ്ടാ. ഇവനോട് ചോദിക്കേണ്ടതുപോലെ ചോദിക്കാത്തത് കൊണ്ടാ. എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നറിയോ? പാപങ്ങളോരോ
എന്ന് തഴവ ഉസ്താദ് പറഞ്ഞു തരികയാ. എങ്ങനെയാണ് പടച്ച റബ്ബിനോട് തൗബ ചെയ്യേണ്ടതെന്നറിയോ? എങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതെന്നറിയോ? പൊറുക്കന്റെ പാപമാ സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോകാർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ നിന്നെക്കാളും പൊറുക്കുന്ന ഒരാളും ഈ ലോകത്തില്ല, നിന്നെ പോലെ പൊറുക്കുന്ന ഒരാളും ഈ പ്രപഞ്ചത്തിലില്ല. പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ വന്നുപോയി, ഇതൊക്കെ പടച്ചവനെ ഇബ്ലീസ് ചതിച്ചതാണല്ലോ, പെട്ടുപോയതാണല്ലോ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ചെയ്തു പോയതാ അല്ലാ. അല്ലാഹുവേ അഹങ്കാരത്തോടെ ചെയ്തതല്ല, എന്ത് ചെയ്താലും നീ കാണുമെന്ന് എനിക്കറിയാ, എന്നിട്ടും ചെയ്തത് അഹങ്കാരമല്ല അല്ലാ, പറ്റിപ്പോയതാണ് റബ്ബേ, എനിക്ക് പുറത്തു തരണേ അല്ലാ. ോട് ദുആ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നീ ചെയ്തു പോയ ഒരു തെറ്റിന്റെ പേരിൽ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയോ, നീയും നിന്റെ ഭാര്യയും നിന്റെ മാതാപിതാക്കളും നിന്റെ മക്കളും സ്വർഗത്തിലോ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് തൗബ ചെയ്യാൻ പറയുന്നത്? നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ, നിങ്ങളെ തൗബയെ പിന്തിപ്പിക്കല്ലോ. കാരണമെന്നറിയോ? തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലമെന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് തൗബയെ കുറിച്ച്. പ്രവാചകൻ അവിടുന്ന് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ജീവിതത്തിൽ ചെയ്തു പോയ പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരെ കടന്നു വരികയോ. മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയോ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ മായിസ് വന്നിട്ട് പറയുകയാ. എന്താണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ പോലെ പറയുന്നു പോമായിസ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ പോമായിസ് എന്ന് പറഞ്ഞു പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു വിടുകയാ. കാരണം എന്തെന്നറിയോ? വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് കേൾക്കാത്തത് പോലെ പറഞ്ഞു വിടുകയാ. പോയി തൗബ ചെയ്യട്ടെ, പോയി തൗബ ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നാട്ടിവിടുകയാണ്. പക്ഷേ മായിസിന് സമാധാനമില്ല. രണ്ടാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എന്നെ ശുദ്ധീകരിക്കണം നബിയേ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു സ്വഹാബാ, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ സഹാബാ, കള്ളു കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ സഹാബ. സ്വഹാബികൾ പറഞ്ഞു നബിയേ മായിസ് റളിയല്ലാഹു തആല അൻഹു കള്ളു കുടിക്കുന്ന സ്വഹാബിയല്ല. പടച്ചവനെ മായിസ് റളിയല്ലാഹു തആല അൻഹു മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് പറഞ്ഞു യാ റസൂലല്ലാഹ്, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി, എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. എനിക്കറിയാ നബിയേ, എനിക്കറിയാ നബിയേ, എന്നിട്ടും ഞാൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഒരു
തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു തെറ്റിന്റെ പേരിൽ 2 പ്രാവശ്യം അല്ലാഹു ശിക്ഷിക്കൂല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇവിടത്തെ ശിക്ഷ സഹിക്കാൻ കഴിയുമല്ലോ? മരണത്തോടുകൂടി ഒരവസാനമുണ്ടല്ലോ. പക്ഷേ പരലോകത്ത് ചെല്ലുമ്പോ എനിക്ക് കഴിയില്ല നബിയേ. ഒരു വ്യഭിചാരിയെ പോലെ, ഒരു പാവിയെ പോലെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് പേടിയാ നബിയേ. നരകത്തിന്റെ തീ എനിക്ക് പേടിയാ നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കൊല്ലാൻ പറയുമ്പോ പടച്ചറപ്പേ, സ്വഹാബികൾ അവിടെ നിന്ന് ഏറ് തുടങ്ങി, സ്വഹാബികളെ കല്ലെടുത്തെറിയാൻ തുടങ്ങി. റളിയല്ലാഹു തആല വേദന സഹിക്കാൻ കഴിയാതെ ഓടുകയാ. തങ്ങള് വേദന സഹിക്കാൻ കഴിയാതെ ഓടി രക്ഷപ്പെടുകയാണ്. പടച്ചവരെ, സ്വഹാബികൾ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓടി രക്ഷപ്പെട്ടു നബിയേ. പ്രവാചകന് സമാധാനമായി, പ്രവാചകന് സമാധാനമായി. കുറച്ചു കഴിയുമ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചു കൊണ്ടുവരുന്നു മായിസ്. യാ റസൂലല്ലാഹ്, അറിയാതെ ഓടിപ്പോയതാ നബിയേ. ശരീരം വേദനിച്ചപ്പോ ഓടിയതാണ് നബിയേ. ഒരു കുഴി കുത്തിയിട്ട് ആ കുഴിക്കകത്തി എന്നെ ഇറക്കി നിർത്തിയിട്ട് എറിയാ പറ നബിയേ. ഓടണമെന്ന് വിചാരിച്ചാൽ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ. ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള കാരണമെന്തെന്നറിയോ? ഇവിടെ വെച്ച് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അതുകൊണ്ടായിരുന്നടാ ചെറുപ്പക്കാരാ, അതാ ഒരു പെണ്ണ് കിടന്നു വരികയാ. റളിയല്ലാഹു തആല അൻഹുവിനെ എറിഞ്ഞു കൊന്ന കഥ കേട്ടപ്പോ ഒരു പെണ്ണ് കിടന്നു വരികയാണ് നബിയേ. രണ്ടാമത്തെ പ്രതി ഞാനാ. എന്റെ വയറിനകത്ത് കിടക്കുന്ന കുഞ്ഞു മായിസിന്റെ കുഞ്ഞാണ് നബിയേ. പടച്ചവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, എനിക്കുള്ള ശിക്ഷ തരാറ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ ഗർഭിണിയല്ലോ, നീ പ്രസവിച്ചു കഴിഞ്ഞു വരാറ് പറഞ്ഞു വിടുകയാണ്. ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. 9.5 മാസം കഴിഞ്ഞു. അവിടെ നിന്ന് പ്രസവിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയോ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നീ പാല് കൊടുക്കൂ, ഈ കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. പടച്ചവനെ പിന്നെയും പറഞ്ഞു വിടുകയാണ്. അവസാനം തന്റെ കുഞ്ഞ് പാല് കുടി നിർത്തിയപ്പോ, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയമെത്തിയപ്പോ ആ ചോര കുഞ്ഞുമായിട്ട് മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കുഞ്ഞിന്റെ വായിലേക്ക് മറ്റുള്ള ഭക്ഷണം വെച്ച് കൊടുത്ത് കാണിച്ചു കൊടുക്കുകയാ. ഭക്ഷണം കഴിക്കാ തുടങ്ങി നബിയേ. എനിക്കുള്ള ശിക്ഷതാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മോനെ, റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറയടാ. കള്ളു കുടിച്ചവനാണെങ്കിലും വ്യഭിചരിച്ചവനാണെങ്കിലും പലിശ തിന്നവനാണെങ്കിലും എത്ര വലിയ വലിയ അപരാധം ചെയ്തവനാണെങ്കിലും നീ മടി കാണിക്കണ്ട. നിനക്കൊരു പേടിയും വേണ്ട, ഒരു വിഷമവും വേണ്ട. ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയാൻ കഴിയൂ. നിന്റെ അല്ലാഹ് ആരെന്നറിയോ? 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തിട്ട് സ്വർഗം കൊടുത്തവനാ. ജീവനോടെ എന്റെ പൊന്നാര പെമ്മക്കളെ കുടിച്ചു മൂടിയ കാട്ടാളന്മാർക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? മയ്യത്തിനെ വ്യഭിചരിച്ചവന് പടച്ചറപ്പ് പുറത്തു കൊടുത്തില്ലോ? പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്? ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു
പറയുന്നു നബിയേ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും എത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോടൊന്ന് പറയാറ്, എന്നോടൊന്ന് ഏറ്റു പറയാറ്, ചെയ്തു പോയത് മുഴുവനും എന്റെ മുന്നിലൊന്ന് ഏറ്റു പറഞ്ഞ് തൗബ ചെയ്യാറ്. അവരോട് പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ് നബിയേ. അതുകൊണ്ട് മലക്കുകളുടെ ദുആ വേണോ, നാളത്തേക്ക് മാറ്റിവെക്കല്ലേ. കാരണം നാളെ നീ ഉണ്ടാകുമെന്ന് നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഈ മക്കാമിന്റെ മുന്നിലിരുന്നിട്ട് ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഒരുപാട് കരയണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല, പറയേണ്ടത് ആത്മാർത്ഥത വേണം ചെറുപ്പക്കാരാ. ഇഖ്ലാസ് വേണം മോനെ. ഇഖ്ലാസോടുകൂടി പറയുന്നത് ഒരു വാക്കാണെങ്കിലും ഒരസ്തഗ്ഫിറുള്ളയാണെങ്കിലും പടച്ചവനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്ന ഒരു ചെറിയ വാക്കാണെങ്കിലും അല്ലാഹു നിനക്ക് പുറത്തു തരും. ഒരു ചരിത്രം പറയട്ടെ, ഒരുപാട് കേൾക്കുന്ന ചരിത്രമല്ലോ, എങ്കിലും ചെറുപ്പക്കാരോ ആകാൻ വേണ്ടി ഒരു ചരിത്രം പറയാ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുന്നിലേക്ക് തന്റെ ജനതകൾ കടന്നു വരികയാണ്. ജനങ്ങളെ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, വെള്ളത്തിന്റെ ക്ഷാമമാണ് നബിയേ, കുടിക്കാ വെള്ളമില്ല നബിയേ, മൃഗങ്ങൾ പോലും വലിയ പ്രയാസത്തിലാണ് നബിയേ, അതുകൊണ്ടൊരു പരിഹാരം കാണണം നബിയേ. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുകയാണ്, ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം ഒരുമിച്ച് കൂടാറ്, എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാറ്. പടച്ചവനെ അങ്ങനെ ജനങ്ങളുടെ മുഴുവനും ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളുടെ മുന്നിലേക്ക് പോയിരുന്നു. ചരിത്രം പറയുകയാണ്, 70,000-ൽ പരം വരുന്ന ജനങ്ങളുണ്ടായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് മൂസാ നബി ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, മഴ തരണേ അല്ലാ, വല്ലാത്ത പ്രയാസമാ അല്ലാ. മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയാ. പടച്ചവനെ, മഴ വരുന്നില്ല, അടയാളം കാണുന്നില്ല. മൂസാ നബി പിന്നെയും ദുആ ചെയ്യുകയാ. അപ്പോഴാണ് വിളിച്ചു പറയുന്നു, മൂസാ, ദുആ സ്വീകരിക്കില്ല മൂസാ, മഴ പെയ്യില്ല മൂസാ. കാരണം എന്തെന്നറിയോ, അങ്ങയുടെ മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ നടുവിലോ 40 കൊല്ലമായിട്ട് പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരു ധിക്കാരിയുണ്ട്. അല്ലാഹു ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തനും 40 വർഷമായിട്ട് മറന്നു നടക്കുന്നവനോ, അവനീ സദസ്സിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാൻ പറ, അവൻ എഴുന്നേറ്റ് പോകാൻ പറ. അല്ലാഹുവേ, മൂസാ നബി വിളിച്ചു പറയുകയാ, ആരാ? അല്ലാഹുവിനെ 40 കൊല്ലമായി മറന്നു നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ ഈ സദസ്സിലുണ്ട്. ഒരു ഭാവിയായ മനുഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകണേ, അവൻ എഴുന്നേറ്റ് പോകണേ. മൂസാ നബി ഇവിടെ നിന്ന് പറന്നു കഴിയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ? ഈ വൃത്തികെട്ടവനാരാ? ഇത്രയും വലിയ പാവി ആരാ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുകയാണ്. ഒരാൾ പോലും എഴുന്നേറ്റ് പോകുന്നില്ല. അപ്പോഴാണ് 40 കൊല്ലമായിട്ട് അല്ലാഹനെ മറന്നു നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനവിടെ ചിന്തിച്ചു, അല്ലാ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ ജനങ്ങൾ അറിയുമല്ലോ, നാണം കെടുമല്ലോ. എഴുന്നേറ്റ്
പോകാതെ ഇരുന്നാൽ മഴ പെയ്യില്ലല്ലോ അല്ലാ. ആ മനുഷ്യനവിടുന്ന് തന്റെ കുറ്റബോധം വരികയാണ്, ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളെന്ന് വരികയാണ്. ആ മനുഷ്യൻ ചെയ്തത് എന്തെന്നറിയോ? അല്ലാഹുവേ, തന്റെ മുട്ടിലേക്ക് തന്റെ തലയങ്ങ് താഴ്ത്തി വെക്കുകയാ. അവിടുന്ന് തലയങ്ങ് താഴ്ത്തി വെച്ചിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാ, അല്ലാഹുവേ, ഇന്നുവരെ ചെയ്തത് പാപമാ അല്ലാ, സമ്മതിക്കുന്നു അല്ലാ, കുറ്റബോധമുണ്ട് റബ്ബേ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ, എങ്ങനെയാണ് ചെയ്തു പോയ പാപങ്ങൾ നിന്നോട് പറയേണ്ടതെന്ന് എനിക്കതുപോലും അറിയില്ല അല്ലാ. എങ്കിലും ഞാൻ പറയുകയാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും നിന്നോട് ഞാൻ എതിര് പ്രവർത്തിക്കില്ല. ഇന്നുവരെ ചെയ്തത് പുറത്തുതാ അല്ലാ, ഇന്നുവരെ ചെയ്തത് എനിക്ക് പുറത്തുതാ അല്ലാ. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നു, അല്ലാ, എന്റെ തൗബ സ്വീകരിച്ചാൽ, എന്റെ പാപം പൊറുത്താൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ആകാശത്ത് കാർമേഘം വരികയാണ്. ജനങ്ങൾ മുഴുവനും മഴ വരുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ടവരോടുകയാ. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. മൂസാ നബിക്ക് അത്ഭുതമായി, റബ്ബേ, ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ, ഒരാളും എഴുന്നേറ്റ് പോയില്ലല്ലോ. അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, മൂസാ നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തു. ആ മനുഷ്യന്മാരെ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. പടച്ച റബ്ബിനെ പേടിച്ച് 5 നേരം നിസ്കരിച്ച് നടക്കുന്നവർ അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ. ഇതുപോലെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുണ്ടല്ലോ, ആരെങ്കിലും അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞാൽ അവന് അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. രണ്ടാമത്തെ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണല്ലോ, പള്ളിയിലെ ഖതീബിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്നവരാണല്ലോ, ഉസ്താദ് അവിടുന്ന് ഫാത്തിഹ ഓതുമല്ലോ. മലക്കുകളുടെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ പള്ളിയിൽ നമ്മൾ നമസ്കരിക്കാൻ പോകും. പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഫാത്തിഹ ഓതും, പള്ളിയിലെ ഇമാമ് ഫാത്തിഹ ഓതും. ആ ഫാത്തിഹ ഓതി തീർന്നതിന് ശേഷം ഉസ്താദ് പറയും ആമീൻ വലല്ലാലീൻ ആമീൻ. ആ ആമീൻ എന്ന് പറയുന്ന സമയം ആരാണോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് ആമീൻ പറയുന്നത്, അവൻ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഉസ്താദ് വലല്ലാലീൻ ആമീൻ എന്ന് ഉസ്താദ് പറയുന്നതിന് മുമ്പേ നമ്മൾ ആമീൻ പറയും, ഇല്ലേ? ഉസ്താദ് ആമീൻ പറയുന്നതിന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ചില ബിരുദന്മാരുണ്ട്, ഖതീബ് സുജൂദിൽ എത്തുന്നതിന് മുമ്പേ സുജൂദിൽ പോയിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരില്ലേ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ? ഉസ്താദ് സുജൂദിൽ എത്തിയിട്ടില്ല, അതിനു മുമ്പേ സുജൂദിൽ പോയി കിടക്കുന്ന ആൾക്കാരില്ലേ? നാളെ പന്നിയുടെ കോലത്തിൽ എഴുന്നേറ്റ് വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഏത് കോലത്തിൽ? പന്നിയുടെ കോലത്തിലാണ് നാളെ പരലോകത്ത് അവർ കടന്നു വരുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ
എന്റെ പ്രിയപ്പെട്ടവരെ ഇമാം ഓതുമ്പോ എന്ത് പറയണം? ആമീൻ എന്ന്. ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അമ്മനൽ ഇമാമ ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം ആമീൻ ചൊല്ലിയാൽ നിങ്ങളും ആമീൻ ചൊല്ലുക, നിങ്ങളും ആമീൻ ചൊല്ലുക. ഒരാളുടെ ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീനുമായി, ആ രണ്ടുമായി ഒരുമിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ആമീൻ ഇമാമു വലല്ലാലീൻ എന്ന് പറഞ്ഞു, ആമീൻ. ആ സമയത്ത് നമ്മൾ ആമീൻ പറയുമ്പോ നമ്മളുടെ ആമീനും മലക്കുകളുടെ ആമീനും തമ്മിൽ യോജിച്ചു കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടു. നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരും. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ അതൊരു കാരണമാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ കൂടെ, അതെങ്ങനെ? ഉസ്താദ് വലിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ തീരാറാകുമ്പോഴേ നമ്മൾ കയറത്തുള്ളൂ. ഉസ്താദ് വലിയ സൂറത്താണ് ഓതുന്നതെങ്കിൽ തീരാറാകുമ്പോഴേ കയറത്തുള്ളൂ. ഉസ്താദ് എങ്ങാനും വലിയ സൂറത്ത് ഓതി ആലോചിച്ച് വയ്ക്ക്, പിന്നെ പരാതിയ കമ്മിറ്റി ഓഫീസിൽ പരാതിയ, ഉസ്താദ് ഇങ്ങനെ വലിയ സൂറത്ത് ഓതിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ ഓത്ത് ദീർഘിപ്പിക്കണമെന്നാണ്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നിസ്കാരം ദീർഘിപ്പിക്കണം, ഖുർആൻ പാരായണം ദീർഘിപ്പിക്കണം. നിസ്കാരം ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ മരണവേദന അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും, അവന്റെ മരണം അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പിന്നെ ഉസ്താദന്മാര് ചെറിയ സൂറത്ത് ഓതുന്നത് വെറുതെ അല്ല. നിങ്ങൾ ചോദിക്കുമല്ലേ, എന്തുവാടാ ഉസ്താദ് എന്നും ഈ വദ്ദുഹ തന്നെ, ഉസ്താദ് എന്നും വദ്ദുഹ തന്നെ ഓതുന്നത്, എന്താ ഉസ്താദിന് വലിയ സൂറത്തൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കുന്ന വാപ്പമാരുണ്ട്. പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇമാമുമാര് ചെറിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാവൂ. പള്ളിയിലെ ഖതീബന്മാര് എന്ത് ചെയ്യണം? ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം. കാരണം എന്താ? ഇപ്പൊ ഇവിടത്തെ പള്ളിയിലെ ഖതീബ് നിസ്കരിക്കുമ്പോ എത്രയോ പ്രായമുള്ളവർ ഉസ്താദിന്റെ പുറകെ നിൽക്കുന്നുണ്ട്, രോഗികൾ നിൽക്കുന്നുണ്ട്. യാത്രക്കാര് പള്ളി കണ്ടപ്പോ ഒന്ന് നിസ്കരിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് ചാടി കയറി നിന്നതാ. ഉസ്താദ് ബക്കറ ഓതിക്കൊണ്ടിരുന്ന ഈ പുറകെ നിൽക്കുന്നവൻ പറയും, പടച്ചോൻ ഇങ്ങേരെന്താ ഹത്ത ഓതുന്നു, അല്ല തീരുന്നില്ല. അല്ല ചിന്തിച്ചു നോക്ക്. എടാ, ഇമാമിന്റെ പുറകിൽ നിൽക്കുന്നവനെ പ്രയാസപ്പെടുത്തരുത്. അതാ മനസ്സിലാക്കേണ്ടത്. ഇബാദത്തിന്റെ വിഷയം പോലും, നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തരുതെന്ന അള്ളാന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഉസ്താദ് വലിയ സൂറത്ത് ഓതിക്കൊണ്ട് നിന്ന നമ്മൾ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ ആക്ക, എന്തിന് നിർത്താൻ? നമ്മൾ നിർത്താൻ. നമ്മൾ ആരെന്നറിയോ? ഈ പറഞ്ഞതിനർത്ഥം കുലുഹുള്ള ഇന്നത്തിനെ അടിക്കണമെന്നല്ല. നമ്മളാരാ? റമളാൻ മാസം വരുമ്പോ ചില പള്ളികളിൽ ഹത്ത ഓതും, അവിടെ പോകത്തില്ല. വല്ലുഹ മുതൽ താഴോട്ട് ഓതുന്ന പള്ളി തെരഞ്ഞു പോകുന്ന ബിരുദന്മാരാ നമ്മൾ. അല്ലാഹു കാക്കുമാറാകട്ടെ. അവിടെ എന്താമീനില്ലേപ്പാ? എന്താമീന നമുക്ക്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ അവകാശിയെ ഞാൻ പറഞ്ഞു തരാം. സ്വർഗത്തിൽ പോണോ? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പോണോ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അതിലും മടിയന്മാരുണ്ടോപ്പോ? നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശിയെ ഉറപ്പിച്ച് ഞാൻ പറയാം, നീ സ്വർഗത്തിന്റെ അവകാശിയ. സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കഷ്ടപ്പാടുമില്ല, 5 പൈസയുടെ ചെലവില്ല, 40 ദിവസം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്ത് കാണിക്കുക. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, 40 ദിവസം അവ്വല് തക്ബീറോടുകൂടി നിസ്കരിക്കണം. പറ്റുമോ? ഇമാമ് കൈകെട്ടുമ്പോ നീ പുറകിലുണ്ടാവണം, അല്ലാതെ നിസ്കാരത്തിന് പോയി കൂടുകയല്ല. ഉസ്താദ് തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞ കൈകെട്ടുമ്പോ 40 ദിവസം കൈകെട്ടാൻ നീ ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കെട്ടാൻ പറ്റുമോ? നോക്കപ്പറിയാം. 38 ദിവസം ഉണ്ടാവും, 39ാമത്തെ ദിവസം പോകും. കാരണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എടാ, ഒരാള് ഇങ്ങനെ ശൈത്താൻ എങ്ങനെ ഒരാളെ ചെയ്യാൻ? അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കല് ഒരാള് വന്നിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ കുഴിച്ചിട്ട് തങ്ങളെ എവിടാണെന്ന് എനിക്ക് അറിയണില്ല, ഒന്ന് പറഞ്ഞുതരാൻ. അപ്പൊ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, എനിക്ക് ഈ ഫിഖിന്റെ മസലയൊക്കെ അറിയത്തുള്ളൂ. ഇല്ല തങ്ങളെ, ഇവ ഇങ്ങനെ ചോദിക്കാം, പോയി നിസ്കരിക്കടാന്ന് പറഞ്ഞു. ഓൻ അങ്ങോട്ട് പോയി കൈ കെട്ടിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചപ്പോ തന്നെ ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുത്തു, പൈസ ഇന്ന സ്ഥലത്താ കിടക്കണേ.
ഓൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ കിടക്കണം. ഇപ്പൊ ഇയാള് വന്നിട്ട് അബൂ ഹനീഫ തങ്ങളോട് ചോദിക്കാം, അതെങ്ങനെ മനസ്സിലായി നിസ്കരിച്ചങ്ങനെ? എടാ നീ നിസ്കരിക്കാൻ കൈകെട്ടി നിസ്കരിക്കാൻ പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിച്ചു, പൈസ കിടക്കുന്ന സ്ഥലം ഓർമ്മയില്ല, പിന്നെയും നിസ്കരിക്കും, ഓർമ്മ വരുന്നത് വരെ ഇവൻ നിസ്കരിക്കും. നിസ്കരിച്ച പ്രതിഫലം കിട്ടിയില്ലെങ്കിലും സുജൂദ് ചെയ്ത പ്രതിഫലം കിട്ടുമല്ലോ. അപ്പൊ ഇബ്ലീസിന് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് വന്ന് ഓർമ്മിപ്പിച്ചതെന്ന്. അതാ ഇബ്ലീസ് അങ്ങനെ. തൗബ ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്ന് ചോദിച്ചു, നബിയെ ഞാനൊരു പാപം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്തു, പിറ്റേ ദിവസവും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? ഈ തൗബ ചെയ്യണം. പിന്നെയും ചെയ്തു നബിയെ, പിന്നെ തൗബ ചെയ്യണം, പിന്നെയും തൗബ ചെയ്യണം, പിന്നെയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, ഇബ്ലീസിന് മനസ്സിലാകണം ഇവനെ ഇനി തെറ്റിയിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങണം. ഇബ്ലീസ് തോറ്റുപോകുന്നത് വരെ തൗബ ചെയ്യണമെന്ന്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഇബ്ലീസ് അങ്ങനെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ കയറി പോകുമ്പോൾ ഉറങ്ങിക്കിടക്കണ ഒരുത്തനെ സുബഹിക്ക് മുമ്പ് പോയിട്ട് ഇബ്ലീസ് വിളിച്ചുണർത്തിയിട്ട് പറയാടാ ചങ്ങാതി, സുബഹിക്ക് ബാങ്ക് വിളിക്കാറായി, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. ഇബ്ലീസ് ഉറങ്ങുന്നവനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, എഴുന്നേറ്റ് നിസ്കരിക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. ഇത് കണ്ടപ്പോൾ മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. സാധാരണ ഇവൻ കിടത്തി ഉറക്കാറില്ലേ പരിപാടി, ശൈത്താൻ മൂത്രം ഒഴിപ്പിച്ചിട്ട് ഉറക്കാറല്ലേ സുബഹി നിസ്കരിക്കാതെ പോലും. അപ്പൊ ഇബ്ലീസ് വിളിച്ചുണർത്തി കണ്ടപ്പോ ചോദിച്ചപ്പോ പറഞ്ഞത്, ഇന്നലെ ഞാൻ ഇവനെ ഉറക്കിയപ്പോ ഇവൻ ചെയ്ത പണി എന്തെന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ഖുർആൻ ഓതലും തൗബ ചെയ്യലും. പടച്ചോനെ, അതിനേക്കാളും നല്ലത് ഇവൻ 2 റക്അത്ത് നിസ്കരിക്കുന്നതാ. വിളിച്ചുണർത്തി വിട്ടണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിസ്കാരവും ദുആയും തൗബ, ഇത് മാത്രമേ ഉള്ളൂ. കരച്ചലോടെ കരച്ചല്. ഇവൻ നിസ്കരിച്ചിരുന്നെങ്കിൽ 2 റക്അത്തിന്റെ പ്രതിഫലം കിട്ടത്തുള്ളൂ. നിസ്കരിക്കാതിരുന്ന അള്ളാഹ് ഇവന്റെ എല്ലാ പാവവും പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് വിളിച്ചു വിട്ടേന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇമാമിന്റെ ആമീൻ വലല്ലാലീൻ ആമീൻ എന്ന് പറയുമ്പോൾ നീയും പറയണം, മലക്കുകളുടെ ആമീനുമായിട്ട് നിന്റെ ആമീന് യോജിച്ച നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു നിന്നെ ശുദ്ധീകരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഞാൻ വിശദീകരിക്കുന്നില്ല. 3 എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടാൻ മൂന്നാമത്തെ നന്മ എന്തെന്നറിയോ? أن أم الدرداء رضي الله تعالى عنه قالت حدثني سيدي أنه سمع رسول الله صلى الله عليه وسلم يقول من دعا لأخيه بظهر الغيب قال الملك المؤكل به آمين ولك بمثلي. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? പഠിക്കണേ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിന്റെ സഹോദരൻ നിന്റെ അടുക്കലില്ല. നിന്റെ സഹോദരൻ അടുത്തില്ലാത്ത സമയത്ത് നിന്റെ സഹോദരന് വേണ്ടി നീ ദുആ ചെയ്താൽ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിലെ ഉസ്താദിനെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഞാൻ ദുആ ചെയ്യ, അല്ലാഹ് പുറത്തു കൊടുക്കട്ടെ. ഉസ്താദ് കേൾക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ? എങ്കിൽ പള്ളിയിലെ ഉസ്താദ് എന്നോട് എനിക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു, ഉസ്താദിന് ഞാനില്ല, ഉസ്താദ് ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യുക. നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ സഹോദരൻ നമ്മുടെ കൂടെ ഇല്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യുക. അവന് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ ചെയ്യാറുണ്ടോ? അവൻ കൊത്തുവാള എടുക്കണേന്ന് നമ്മൾ ചെയ്യും. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് യതീഖാനയിലായി കാണണമെന്നുള്ള ആഗ്രഹം നമുക്കുള്ളൂ. നമ്മൾ ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിക്കേ. എന്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ അങ്ങനല്ല. ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാലം, അസൂയ ഉണ്ടാകുന്ന കാലം. ഒരു ചെറുപ്പക്കാരൻ ഒരു കഥ പറഞ്ഞു. ഒരു കഥയാണ്. പണ്ട് ഗൾഫ് നാടിൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഞണ്ടുകളുടെ ഒരു പ്രദർശനം നടന്നു. ഞണ്ടല്ലേ, അറിയോ? ഞണ്ടിനെന്താ? എടഞ്ചി, മനസ്സിലായ? എനിക്ക് കടിക്കുന്ന സാധനല്ലേ?
അപ്പൊ ഇത് പല പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുപ്പിക്കൊക്കെ ഇട്ടിരിക്കുക, അടച്ചു വെച്ചിരിക്കുന്നു. എല്ലാത്തിന്റെ കയ്യും കാലും കെട്ടിവെച്ചിട്ടുണ്ട്, എല്ലാത്തിന്റെ കയ്യും കാലും കെട്ടിവെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ട് പോലും ഇല്ല. എല്ലാ ഞണ്ടിന്റെയും കയ്യും കാലും കെട്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ ഞണ്ടിന്റെ പാത്രം അടച്ചിട്ടില്ല, തുറന്നിട്ടിരിക്കുക. അപ്പൊ ആരോ ചോദിച്ചു, എന്തേപ്പ എല്ലാം അടച്ചിട്ടിരിക്കുന്ന? അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, എല്ലാ രാജ്യത്തിന്റെ പാത്രം അടച്ചു വെച്ചിരിക്കണ്, എന്തപ്പ നമ്മുടെ നാടിന്റെ മാത്രം അടച്ചു വെക്കാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഞണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി വലിഞ്ഞു മുകളിൽ കയറിയ താഴെ നിൽക്കുന്നവൻ തന്നെ വലിച്ചു തറയിലിട്ടേക്കുന്നു. അതാ ഒരാള് നന്നാകുന്നത് മറ്റൊരുത്തൻ ഇഷ്ടമില്ലാത്ത കാലം. അസൂയാണ് നമുക്ക്. എന്റെ ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നതിന്റെ അർത്ഥം എന്തെന്നറിയോ? അല്ലാ, നീ കാണിച്ചത് ശരിയായില്ല, അവന് മാത്രം കൊടുത്തു, എനിക്ക് തന്നില്ല. അതിനർത്ഥം എന്താ? അല്ല, അവൻ ചെയ്യുന്ന അതേ ജോലിയല്ലേ ഞാനും ചെയ്യണേ. ഓനും ഗൾഫിൽ പോയി, ഞാനും ഗൾഫിൽ പോയി. ഓൻ വീടും വെച്ചു, വണ്ടി എടുത്തു, എനിക്കൊന്നുമില്ലല്ലോ അല്ലാ, നീ കാണിച്ചത് ശരിയല്ലല്ലോ അല്ലാ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അസൂയക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഒരിക്കലും അസൂയ വെക്കരുത്. അസൂയ വെക്കുന്നവന്റെ കാര്യം കട്ട പുകയാ. അള്ളാഹു കാത്തിരിച്ചിക്കുമാറാകട്ടെ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ബോറടിക്കരുത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മളിൽ ചില ആൾക്കാർ എന്ത് കച്ചവടം ചെയ്താലും രക്ഷപ്പെടും, എന്തു ബിസിനസ് ചെയ്താലും ഓൻ രക്ഷപ്പെടും. ഓൻ വിചാരിക്കണ എന്താ? എന്റെ താടി കണ്ടിട്ട് അള്ള തന്നതാ, എന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ടല്ല, അള്ളാഹിക്ക് എന്നോട് എന്തോ പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടാ. എന്ത് കച്ചവടം ചെയ്താലും ഓൻ അഭിവൃദ്ധി. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഉദാഹരണം ഞാൻ സഹിതം ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ കടയുടെ ഓപ്പോസിറ്റ് ആർക്കെങ്കിലും ഒരു കടയുണ്ടെന്ന് വിചാരിക്കാം. നിന്റെ കടയിൽ കച്ചവടമില്ല, അവന്റെ കടയിൽ കച്ചവടമുണ്ട്. നീ എന്ത് ചെയ്യും? എപ്പോ നോക്കിയാലും അവന്റെ കടയിൽ നോക്കിയിരിക്കുക. എന്തേ അല്ല, ഓന്റെ കടയിൽ മാത്രം ഇത്ര ആള് പോകുന്നത്? പടച്ചവനെ, ഓനും കൂടെ എങ്ങനെയെങ്കിലും ആളൊന്ന് കുറഞ്ഞിരുന്നെങ്കിൽ. ഇങ്ങനെ അസൂയ, നമ്മൾ ഇങ്ങനെ അസൂയ വെച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ ഒരു കടയുണ്ടായിരുന്നുള്ളൂ, അപ്പൊ ഒന്നുകൂടെ നിന്റെ മുന്നിൽ തുറക്കും. അവൻ ഒരു കട കൂടെ നിന്റെ മുന്നിൽ തുറക്കും. ഉണ്ടായിരുന്ന നിന്റെ കട പൂട്ടും. അള്ളാഹു കാക്കുമാറാകട്ടെ. എടാ, അള്ളാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ അള്ളാഹ് അവനെ വളർത്തി കാണിക്കും. അള്ള നിന്റെ കണ്ണിന്റെ മുന്നിൽ ഓനെ വളർത്തി കാണിക്കും. അൽഹംദുലില്ലാഹ്, നമ്മളെ കുറിച്ചൊക്കെ എന്തൊക്കെ പറയുന്നില്ല, അസൂയല്ലേ. ഇന്ന് വന്നപ്പോ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സിറാജ് ഉസ്താദെ, നിങ്ങളുടെ ഡേറ്റ് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു 40,000 രൂപ തരുവാണെങ്കിൽ ഡേറ്റ് മേടിച്ചു തരാം. ഞാൻ അയാളോട് ചോദിച്ചു, ആ പറഞ്ഞവനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? കാരണം എനിക്കൊന്ന് കാണാനുള്ള ആഗ്രഹം ഉണ്ടാ. 40,000 രൂപ തരുവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് മേടിച്ചു തരാമെന്ന് ഒരുത്തം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, പഠിച്ചവനെ, അതിന്റെ പകുതി എനിക്ക് തന്നാൽ മതി, ഞാൻ ഡേറ്റ് തരാമെന്ന്. കാരണം 40,000 രൂപ ഏജന്റിന് നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക. ആ ഡേറ്റ് മേടിച്ചു കൊടുത്ത അള്ളാഹ് അവന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ. നിങ്ങൾക്ക് ബുദ്ധി വല്ലതും ഉണ്ടോ? ബുദ്ധിമുട്ടില്ല, ഒരു ആമീൻ പറ. കാരണം എന്തേ? അങ്ങനെയുള്ളവരുണ്ടെങ്കിലേ നമുക്ക് വളർച്ചയുള്ളൂ. എടാ, ഇങ്ങനെ അസൂയ വെക്കുമ്പോ ഓരോ മനുഷ്യനെ തകർക്കാൻ നോക്കുമ്പോ അള്ള അവരുടെ മുന്നിൽ നമുക്ക് ഇൽമുണ്ട്. ഇരിക്കണ ഉസ്താദന്മാരുടെ അത്ര ഇൽമുണ്ട് നമുക്കൊന്നും ഇല്ലപ്പ. ഇരിക്കണ പണ്ഡിതന്മാര് കിതാബ് ഓതുന്നു, നമുക്കെന്തോ അറിയാം. മൈക്കിന്റെ മുന്നിൽ നിന്ന് വയത് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. എങ്കിലും അള്ളാഹു നമുക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തരുന്നുണ്ടെങ്കിൽ അത് എന്റെ കഴിവ് കൊണ്ടൊന്നും അല്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കേണ്ടത്, അത് വേറെ ആർക്കും ഉള്ള പണിയാ. അള്ളാഹി നൽകുമാറാകട്ടെ. നമ്മൾ അങ്ങനെ കാണേണ്ടത്. അള്ളാഹു, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് എനിക്ക് സങ്കടം തോന്നിപ്പോയി പഠിച്ചൻ, അങ്ങനത്തെ ആൾക്കാരുണ്ടോപ്പാ? അധ്വാനിച്ച് ജീവിക്കുക സഹോദര, എന്തിനാവശ്യമില്ലാത്ത പണിക്കൊക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡേറ്റ് വേണമെങ്കിൽ വല്ലാഹി എന്നോട് തന്നെ ചോദിക്കണം, വേറെ ആരോട് വെച്ചാലും കിട്ടില്ല. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഡേറ്റ് വെച്ചിട്ട് തരാത്തതിന്റെ ദേഷ്യം മാത്രമേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു റിസ്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഞാൻ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസൂയ വെക്കരുത്, ഒരിക്കലും അസൂയ വെക്കരുത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണം? നമുക്ക് നഷ്ടമുണ്ടാകാനുള്ള കാരണം നമ്മുടെ നാവ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പലരും പറയുന്നു, ഉസ്താദേ, നല്ല കച്ചവടം ഉണ്ടായിരുന്നു, ഇപ്പൊ കച്ചവടമില്ല. ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, അള്ളാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതിന്റെ കാരണം എന്താ? നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാശത്തിന്റെ കാരണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇട, നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവരോട് പറയണേ? നിന്റെ കടയിൽ കച്ചവടം ഉണ്ടെങ്കിൽ നീ എന്തിനാ മറ്റുള്ളവനോട് പറയുന്നത്? നീ എന്താ പറയണത്? അളിയ, നല്ല കച്ചവടവാ, 25,000 കിട്ടും, ഒരു മാസം 2 ലക്ഷം രൂപ വരുമാനമുണ്ട്, സുഖം അളിയ. അവൻ ചോദിച്ചോ നിന്നോട്?
അവൻ നിന്നോട് ചോദിച്ചോ? പറഞ്ഞങ്ങാതി. ചിലര് പറയണെന്ത്, ഇവിടെ 2 ലക്ഷം രൂപയുണ്ടടാ ഒരു മാസം ലാഭം. എന്നാ അൽഹംദുലില്ലാ. എടാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച അറബികളോട് ചോദിക്കുക, എന്തുണ്ട്? അൽഹംദുലില്ലാ. കച്ചവടം ഉണ്ടോ? അൽഹംദുലില്ലാ. കച്ചവടം ഇല്ലേ? അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറ, നീ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. മറിച്ച് നിൻ നാവിനെ സൂക്ഷിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിങ്ങൾ ചരിത്രം നോക്ക്. ഇതൊന്നും കള്ളമല്ലല്ലോ, ഹദീസല്ലേ. ഒരു സഹാബി ഉടുപ്പൂരുകയാ. ഒരു സഹാബി ഇട്ടിരുന്ന വസ്ത്രം ഇങ്ങനെ ഊരുമ്പോ പുറകിൽ നിന്ന സഹാബി ബോഡി കണ്ടിട്ട് പറഞ്ഞു, എന്ത് ബോഡിയാവാണ്. വസ്ത്രം ഊരിയപ്പോ പുറകിൽ നിന്ന സഹാബി പറഞ്ഞു, എന്തൊരു ബോഡിയാ പടച്ചവനെ. ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീണോ സഹാബി. നിന്ന നിപ്പിന് താഴെ വീണോ. എടുത്തുകൊണ്ടില്ല ഹദറത്ത് റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി. മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകൻ ഒതുവെടുത്തിട്ടുള്ള വെള്ളം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് കുടഞ്ഞു. അപ്പോഴാ ബോധം വന്നേ. അപ്പോഴാ പറഞ്ഞത്, അൽ ഐനു ഹഖുൻ, കണ്ണീർ സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചില വീടിന്റെ മുന്നിൽ നല്ല തെങ്ങിങ്ങനെ തേങ്ങ ഇങ്ങനെ കൊലച്ച് നിൽക്ക. അപ്പോഴാ ഒരു ഉപ്പാപ്പ ഇങ്ങനെ നടന്നു പോയപ്പോ പറയാ, എന്തുവാ ഈ നിൽക്കണത്, സുബ്ഹാനല്ലാഹ്. ഒരു 2 മാസം കഴിഞ്ഞ് അതിലേ പോയ അങ്ങനെ ഒരു തെങ്ങ് പോലും നമുക്ക് കാണാൻ പറ്റൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അസൂയ വെക്കാൻ പാടില്ല ആരോടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് എഴുതിയത് നിനക്ക്, അവൻ എഴുതിയത് അവന്, വേറെ ആർക്കും കിട്ടൂല. എന്റെ പേരെഴുതിയത് നിങ്ങൾക്ക് ആർക്കും കിട്ടൂല. നിങ്ങളുടെ പേരെഴുതിയത് എനിക്കും കിട്ടൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കുടുംബക്കാർ, മറ്റുള്ളവർക്ക് വേണ്ടി അവൻ ഉണ്ടോ ഇല്ലേ, നീ ദുആ ചെയ്യ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് 160 കോടി ജനങ്ങളുണ്ട്. 160 കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നു. ഏകദേശം 140ഓളം കോടി മുസ്ലിമീങ്ങളുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ 140 കോടി നന്മ നിങ്ങൾക്ക് കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ടോ, ഈ ലോകത്ത് എത്ര മുസ്ലിമുണ്ടോ, ആ മുസ്ലിമിന്റെ തല എണ്ണത്തിന് പകരം നിനക്ക് അള്ളാഹു പ്രതിഫലം തരും. ഞാൻ പറയുന്ന ഒരു ദുആ ചെയ്താൽ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 160 കോടി മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടെങ്കിൽ 160 കോടി നന്മ ലഭിക്കും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു നന്മ പറഞ്ഞു തരട്ടെ, ചെയ്യോ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ, ചെയ്യോ? ചെയ്യോ? പൈസ ഒന്നും വേണ്ട മനുഷ്യ. 160 കോടി നന്മ ഒറ്റ ഒരു ദുആയിൽ കിട്ടും. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഉറക്കെ പറ, ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ് പറ, ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. സൗണ്ട് ഇല്ല, മറ്റേ ജയ് വിളിക്കുമ്പോഴേ സൗണ്ട് ഉള്ളൂ. ഒന്ന് പറ. അവസാനം പറഞ്ഞാ പോരെ? അവസാനം പറഞ്ഞാ പോരെ? വേണ്ട. എന്ത്? നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യും. ദുആ ചെയ്യുമ്പോ എന്ത് ദുആ ചെയ്യണം? എന്ത് ദുആ ചെയ്യണം? അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. എടാ, സ്വന്തം കാര്യം മാത്രം ചോദിച്ചാൽ പോരാ. അല്ലാ, എനിക്ക് പൈസ തരണമല്ല, എനിക്ക് ആരോഗ്യം തരണമല്ല, എനിക്ക് സമാധാനം തരണമല്ല, എനിക്ക് മക്കളെ തരണമല്ല, എനിക്ക് മാത്രം ആവരുത്. അല്ലാഹുവേ, നീ ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നീ ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെയും തല എണ്ണത്തിന് പകരം അല്ലാഹു നിനക്ക് നന്മ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോ നിങ്ങൾ അല്ലാഹുവിനോട് പറയണം, അല്ലാഹ് പടച്ചവനേ, ലോകത്തുള്ള എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവരോടും നീ കരുണ കാണിക്കണേ അല്ലാ. എല്ലാവർക്കും സമാധാനം കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്താ പടച്ചവനേ, ഓരോ
മനുഷ്യന്റെ തലയ്ക്കനുസരിച്ച് അല്ലാഹു നിനക്ക് നന്മ എവിടെ നിന്ന് എഴുതപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിന്റെ കൂട്ടുകാരൻ നിന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് നീ അവന് വേണ്ടി ദുആ ചെയ്യൂ. പടച്ചവനെ എന്റെ കൂട്ടുകാരനും നീ പടച്ചവനെ ജോലി കൊടുക്കണേ തമ്പുരാന്, സമ്പത്ത് കൊടുക്കണേ തമ്പുരാന്, നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാന്, എന്റെ അയൽവാസിക്ക് നീ ബർക്കത്ത് നൽകണേ ചെയ്യണേ സഹോദരാ. അതുകൊണ്ട് നീ അസൂയ വെക്കരുത്, അസൂയ ഒരാളോടും നീ വെക്കരുത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. സ്വഹാബികൾ മുഴുവനും മുത്തി നബിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സ്വഹാബാ സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ സഹാബ? അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ പറഞ്ഞു, കാണണം നബിയേ. ഈ പള്ളിയുടെ കവാടത്തിലൂടെ ആരാണോ ആദ്യമായിട്ട് കടന്നു വരുന്നത്, ഈ പള്ളിയുടെ വാതിലിലൂടെ ആരാണോ ആദ്യമായിട്ട് കടന്നു വരുന്നത്, ആ മനുഷ്യന് സ്വർഗത്തിന്റെ അവകാശിയാണ് സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ സ്വഹാബികള് പള്ളിയുടെ കവാടത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആരാടല്ലോ സ്വർഗത്തിന്റെ അവകാശി ആരാ? ജനങ്ങൾ മുഴുവനും പള്ളിയുടെ വാതിലിലേക്ക് നോക്കിയിരിക്കുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യൻ വരികയാ. ഒന്നുപെടുത്തിട്ട് കേറി വരുന്നുണ്ട്. ഒരു കയ്യിലെ ചെരുപ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവനായ വൃദ്ധനായ മനുഷ്യൻ പള്ളിക്കകത്തേക്ക് കടന്നു വന്നോ. അല്ലാഹുവേ, പിറ്റേ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോ അപ്പോഴും ചോദിച്ചു, സ്വഹാബാ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അവകാശിയെ കാണണം നബിയേ. പള്ളിയുടെ വാതിലിലൂടെ ആദ്യം ആരാണോ കടന്നു വരുന്നത്, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശിയോ. സ്വഹാബികൾ മുഴുവനും പള്ളിയുടെ വാതിലിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇന്നലെ വന്ന അതേ മനുഷ്യൻ അതുപോലെ കടന്നു വരികയാ. ഒന്നുപെടുത്തിട്ടൊരു കയ്യിലെ ചെരുപ്പം പിടിച്ചുകൊണ്ടൊരു പ്രായമുള്ള വാപ്പ കയറി വരികയാ. പടച്ചവനെ, മൂന്നാമത്തെ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, സ്വർഗത്തിന്റെ അവകാശിയെ കാണണോ? പള്ളിയുടെ കവാടത്തിലൂടെ കടന്നു വരുന്ന ഒന്നാമത്തെ മനുഷ്യരോ, അതേ മനുഷ്യൻ തന്നെയാണ് കടന്നു വന്നത്. പടച്ചവനെ, നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോ ഒരു സ്വഹാബി കൂടെ പോവുകയാണ്. ആ മനുഷ്യനോട് ചോദിച്ച്, ഞാനും നിങ്ങളുടെ കൂടെ ഇന്ന് രാത്രി എന്ന് കടിച്ചു കൂട്ടിട്ട് അവിടെ കൂടെ പോകുകയാ. പടച്ചവനെ, വീടിനകത്ത് ചെന്നിട്ട് നോക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് സ്വർഗം കിട്ടുന്നത്? സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞിരിക്കുകയാണല്ലോ. എന്ത് നന്മയാണ് ചെയ്യുന്നത്? പടച്ചവനെ, പ്രത്യേകമായിട്ടൊരു നന്മയും കാണുന്നില്ല. ചെന്ന് കിടന്നുറങ്ങുകയാ, എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയാ. കൂടെ നടന്നിട്ട് പ്രത്യേകമായിട്ട് ചെയ്യുന്ന ഒരു നന്മയും കാണുന്നില്ല. അവസാനം ആ സ്വഹാബി ഉണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കുന്ന ഉപ്പ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് സ്വർഗത്തിന്റെ അവകാശിയെന്ന് കാണിച്ചു തന്നപ്പോ ആ പള്ളിയിലേക്ക് 3 ദിവസവും കടന്നു വന്നത് നിങ്ങൾ തന്നെയോ? നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള നന്മകൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാകാറുള്ള കാരണമെന്തോ? അവിടുന്ന് ചോദിച്ചപ്പോ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഞാൻ കുറച്ചു മാത്രമേ നിസ്കരിക്കാറുള്ളൂ, കുറച്ചു മാത്രമേ ഖുർആൻ ഓതാറുള്ളൂ, കുറച്ചു മാത്രമേ എന്റെ കയ്യിലുള്ളതല്ലേ സദഖ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഒരുപാട് നന്മകളൊന്നും എന്റെ ജീവിതത്തിലില്ല. പിന്നെയും എനിക്ക് സ്വർഗം കിട്ടാറുള്ള ഒരേ ഒരു കാരണം എന്തെന്നറിയോ? ലോകത്തുള്ള ഒരാളോടും എനിക്ക് വെറുപ്പില്ല, ഒരാളോടും എനിക്ക് അസൂയയില്ല. ഈ
ഈ ലോകത്തുള്ള ഒരു മനുഷ്യനോടും എനിക്ക് വെറുപ്പോ വാസിയോ വൈരാഗ്യമോ അസൂയോ കുശുമ്പോ എനിക്കൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് അല്ലാഹു സ്വർഗ്ഗം തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും വേണ്ടത് ഈ ഗുണമാണ്. അല്ലാഹു നിനക്ക് എഴുതിയത് പടച്ച റബ്ബ് നിനക്ക് തന്നെ തരും. നിന്റെ കുടുംബക്കാരനുള്ളത് കുടുംബക്കാരന്, അയൽവാസിക്കുള്ളത് അയൽവാസിക്ക്, കൂട്ടുകാരനുള്ളത് കൂട്ടുകാരന്, നാട്ടുകാരനുള്ളത് നാട്ടുകാരന്. ഒരിക്കലും നിനക്കുള്ളത് അവനും കൊടുക്കൂല, അവനുള്ളത് നിനക്കും അല്ലാഹു തരൂല. അതുകൊണ്ട് പെങ്ങള് അസൂയ വേണ്ട. അയൽവാസിയുടെ വീടിന്റെ വലുപ്പം കണ്ടിട്ട് നീ അസൂയപ്പെടേണ്ട കാര്യമില്ല. നിനക്കെഴുതിയത് അല്ല തരൂ പെണ്ണ്. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? തന്റെ സഹോദരനില്ലാത്ത സമയത്ത് ആ സഹോദരന് വേണ്ടി ദുആ ചെയ്ത മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, മുത്തുനബി അവിടുന്ന് പറയുകയാണ്, നാലാമത്തെ വിഭാഗമാരോ, നാലാമത്തെ വിഭാഗമാരോ സ്വഹാബാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ, ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോ ആ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വാപ്പാ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നടന്നു പോകാറ് എന്ത് പ്രതിഫലമാ ചെറുപ്പക്കാരാ. ഉദവെടുത്തിട്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ നടന്നു പോകുന്ന ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പ്രതിഫലമാ, ഓരോ ചുവട്ടടിക്കും വല്ലാത്ത പ്രതിഫലമാ. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ നീ കടന്നു പോകുമ്പോൾ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി നീ നടന്നു പോകുമ്പോ, ആകാശ ലോകത്ത് നിന്റെ തലയുടെ മുകളിൽ ഇരുന്നിട്ട് മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഓരോ ചുവട്ടടിക്കും നന്മ കൊടുക്കണേ അല്ലാഹ്, പാപം പൊറുക്കണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ് എന്ന് മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3 പള്ളിയിലേക്ക് നടന്നു പോകുന്നവർ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.